മലയോര ഹൈവേ നിർമ്മാണത്തിന്റെ ഭാഗമായുള്ള റോഡ് പണി പുരോഗമിക്കവേ കടുത്ത പൊടിശല്യം മൂലം ജനജീവിതം ദുസ്സഹമാകുന്നു. ഭീമനാട് മുതൽ അലനല്ലൂർ വരെയുള്ള വിവിധ ഭാഗങ്ങളിലാണ് നാട്ടുകാരും വ്യാപാരികളും ഒരുപോലെ ദുരിതത്തിലായിരിക്കുന്നത്. അയ്യപ്പൻകാവ് മുതൽ കണ്ണങ്കുണ്ട് റോഡ് ജംഗ്ഷൻ വരെയുള്ള നിലവിലെ പാത പൂർണ്ണമായും പൊളിച്ചുമാറ്റി പുതിയ റോഡിനുള്ള നിലമൊരുക്കൽ നടക്കുന്ന ഭാഗത്താണ് സ്ഥിതി അതീവ ഗുരുതരം. റോഡരികിലെ ചായക്കടകൾ ഉൾപ്പെടെയുള്ള ഭക്ഷണശാലകൾ പൊടിശല്യം കാരണം തുറക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ്. പല കടകളും ദിവസങ്ങളായി അടച്ചിട്ടിരിക്കുകയാണ്. തുണിക്കടകളിൽ ഉൾപ്പെടെ പൊടി നിറയുന്നത് കാരണം ഉപഭോക്താക്കൾ ടൗണിലേക്ക് വരാൻ മടിക്കുന്നു. ടൗണിലെ ദുരവസ്ഥ കാരണം ഉൾനാടൻ ഗ്രാമങ്ങളിൽ നിന്നുള്ളവർ സാധനങ്ങൾ വാങ്ങാൻ മണ്ണാർക്കാട്, പെരിന്തൽമണ്ണ ഭാഗങ്ങളെയാണ് ഇപ്പോൾ ആശ്രയിക്കുന്നത്. ഇത് പ്രാദേശിക വ്യാപാരികളെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്കാണ് നയിക്കുന്നത്. വലിയ വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ പരിസരം കാണാൻ കഴിയാത്ത വിധം പൊടി ഉയരുന്നത് കാൽനട യാത്രക്കാർക്കും ഇരുചക്ര വാഹന യാത്രക്കാർക്കും വലിയ ഭീഷണി ഉയർത്തുന്നു. മൂക്കും വായയും മൂടിക്കെട്ടാതെ ടൗണിലൂടെ നടക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. നിർമ്മാണ കമ്പനി ഇടയ്ക്ക് റോഡ് നനയ്ക്കുന്നുണ്ടെങ്കിലും കടുത്ത വെയിലിൽ വെള്ളം പെട്ടെന്ന് ഉണങ്ങുന്നതിനാൽ ഇത് ഫലപ്രദമാകുന്നില്ലെന്ന് നാട്ടുകാർ പരാതിപ്പെടുന്നു. റോഡ് പണി കൊണ്ട് വളരെയധികം ശല്യമുണ്ട്. പൊടിശല്യമാണ്. കാര്യമായ നനയൊന്നുമില്ല. നനക്കുന്നുണ്ടെന്ന് പേരുണ്ട്, പക്ഷെ കാര്യമായ നനയില്ല. പിന്നെ പൊടിശല്യം കൊണ്ട് കടകളൊന്നും തുറന്ന് പ്രവർത്തിക്കാൻ സാധിക്കാത്തൊരവസ്ഥയാണ്. പിന്നെ നാടിൻ്റെ വികസനം എന്നുള്ള പേരിൽ സമാധാനപരമായി നിൽക്കുകയാണെന്നുള്ളതാണ് സത്യം. എത്രയും പെട്ടെന്ന് പണി പൂർത്തിയാക്കുകയും ഈ പൊടിപാറലിനൊരു ശമനം കാണാൻ വേണ്ടി എപ്പോഴും വെള്ളം നനക്കാൻ കഴിയണമെന്ന് പറയുന്നു. ബസ്സുകൾ ഉൾപ്പെടെയുള്ള വലിയ വാഹനങ്ങൾ അമിത വേഗതയിൽ പോകുന്നത് പൊടി ഉയരുന്നത് വർദ്ധിപ്പിക്കുന്നുണ്ട്. ജനവാസ മേഖലകളിലും ടൗണിലും വാഹനങ്ങളുടെ വേഗത നിയന്ത്രിക്കാൻ അധികൃതർ നടപടി സ്വീകരിക്കണമെന്ന് വ്യാപാരികൾ ആവശ്യപ്പെട്ടു. CCN ചത്തല്ലൂർ.